അബ്ദുർ റസാഖ് റഹ്മഹുള്ളയെ നമ്മൾ കാണാൻ വേണ്ടി പുറപ്പെട്ടവരാണ്. ഇറാഖിൽ നിന്ന് പുറപ്പെട്ടത് ആ മഹാന്റെ വീട്ടിൽ പോയി നാട്ടിൽ ചെന്ന് സൻആയിൽ ചെന്ന് കാണാനാണ്. അതുകൊണ്ട് ആ മഹാന് നമ്മുടെ ദൂരം കുറക്കാൻ വേണ്ടി ഈ ഉംറക്ക് വന്ന ചാൻസ് ഉപയോഗിച്ച് ഇനിയൊരു യാത്ര മക്കയിൽ നിന്ന് സൻആയിലേക്കുള്ള യാത്ര ഒഴിവായി കിട്ടുമല്ലോ, ഇവിടെ തന്നെ കണ്ടിട്ട് നമുക്ക് ഇറാഖിലേക്ക് തിരിച്ചു പോകാം എന്ന് തന്റെ കൂടെയുള്ള ലോക പ്രശസ്തനായ പണ്ഡിതൻ യഹ്യ ഇബ്നു മഈൻ റഹ്മഹുള്ള പറഞ്ഞപ്പോഴാണ് ഇല്ല നമ്മൾ വന്നത് നാട്ടിൽ ചെന്ന് കാണാനാണ്, നമുക്ക് അവിടെ ചെല്ലണം, ഉംറ കഴിയട്ടെ, ബുദ്ധിമുട്ടാക്കണ്ട. ഉംറ കഴിഞ്ഞു. യമനിലേക്ക് അബ്ദുർ റസാഖ് എന്നവർ റഹ്മഹുള്ള യാത്ര പോയി. പോകുന്ന വഴിയിൽ കയ്യിലുള്ള പൈസ മുഴുവൻ തീർന്നിട്ട് കൃഷിക്കാരുടെ കൂടെ കൃഷി ചെയ്തിട്ട് മാസങ്ങളോളം മഹാനവറുകൾക്ക് പൈസ തീർന്നു പോയിട്ട് മഹാനവറുകൾ ജോലി ചെയ്യേണ്ടി വന്നു. സൻആയിലേക്കുള്ള യാത്ര പൂർത്തിയാക്കാനും ഇറാഖിലേക്ക് തിരിച്ചു വരാനും ഒരു ആലിമിനെ കാണാൻ. ഈ ഒരു ത്യാഗം അവർ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് എൽമുണ്ടോ? ഞാൻ ആലോചിക്കാറുണ്ട്, ബുഖാരി ഇമാമുള്ള കാലത്തൊക്കെ ഫ്ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ എത്ര ഹദീസ് കിട്ടിയിരിക്കും നമുക്ക്. യാ അല്ലാഹ്, പോവട്ടെ, ഒരു കാറുണ്ടെങ്കിൽ സ്പീഡിൽ പോകാമെന്ന് ഒരു ട്യൂബോ ഒരു ട്രെയിനോ എന്തെങ്കിലും എങ്ങനെ അവർ യാത്ര ചെയ്തു? റഷ്യയിൽ നിന്നാണ് ബുഖാരി ഇമാമ് വരുന്നത്. പോകാത്ത നാടില്ല. ഹിജാസിൽ വന്നു, ഈജിപ്തിലെത്തി, ഇറാഖിലെത്തി, മഹാനവറുകൾ മക്കയിൽ വന്നു, മദീനത്ത് വന്നു, ഷാമിലെത്തി. എവിടെയൊക്കെ 10-60,000 ആലിമീങ്ങളെ കണ്ടു. 60,000 ആലിമീങ്ങളെ നേർക്കുനേരെ കണ്ടിട്ട് ഇൽമ പഠിച്ചു ബുഖാരി ഇമാം. അവരൊക്കെ ചെയ്ത ത്യാഗം അന്നവർ ചെയ്തില്ല എങ്കിൽ നമുക്കിന്ന് ഇൽമുണ്ടോ? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു അങ്ങനെയാണ് നമുക്ക് ലോകപ്രസിദ്ധമായ അൽ മുസ്നദ് തന്നത്. ഹദീസിന്റെ എൻസൈക്ലോപീഡിയ എന്ന് പറയാ. അൽ മൗസൂഅത്തു ഫിൽ ഹദീസ്, ഹദീസിലെ എൻസൈക്ലോപീഡിയയാണ് അൽ മുസ്നദ്. സ്വഹാബിമാരുടെ റാവിമാരുടെ ഒരു റാവിയെ ഉദ്ധരിച്ച് ആ റാവി ഉദ്ധരിച്ച എല്ലാ ഹദീസും കൊണ്ടുവരുന്ന ഒരു ഫിഖ്ഹിന്റെയോ മറ്റേ ഇൽമിന്റെയോ മസലകൾ വെച്ചുകൊണ്ടുള്ള ഹദീസിന്റെ ഓർഡറല്ല, റാവിയെ ബേസ് ചെയ്തിട്ടുള്ള ഓർഡറാണ് മുസ്നദ്. എൻസൈക്ലോപീഡിയയാണ്. സുബ്ഹാനല്ലാഹ്. ഇൽമിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇൽമ പഠിക്കാൻ വേണ്ടി പൈസ ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ടല്ലോ, ഇൽമ പഠിക്കാൻ പൈസ. നമ്മളിപ്പോ എന്താ പറയാ, ഏത് സ്ഥാപനത്തിൽ കൊണ്ടുപോയാക്കിയാലും അവിടെ ഫീസ് ഉണ്ടോന്നാ ചോദിക്കാം. ഇതുണ്ടെങ്കിൽ എനിക്ക് വേണ്ട, താങ്ങൂല. ഞാൻ പറഞ്ഞു, നമ്മുടെ വാഫി കോളേജുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അബ്ദുൽ ഹക്കീം ഫൈലിസ്ഥാനോട് പറഞ്ഞു, പറ്റുന്ന രക്ഷിതാക്കളെ കൊണ്ട് ഫീസ് വാങ്ങിക്കാം, പറ്റാത്തവർക്ക് ഫ്രീ കൊടുക്കാം. നല്ല മുതലാളിമാരായ ആളുകൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ സമൂഹത്തോട് ചോദിച്ചു വാങ്ങിക്കണ്ടേ? ഇപ്പൊ പഠിക്കുന്ന മക്കളുടെ രക്ഷിതാക്കൾ കൊടുത്താൽ ഇത് വലിയൊരു സഹായമാണ്. ഫീസ് ഏർപ്പെടുത്തണം എന്നല്ല പറഞ്ഞത്, കഴിവുള്ളവർ കൊടുത്തോട്ടെ. ആർക്കും ഫീസില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സമൂഹത്തിന് ഇതൊക്കെ ഭാരല്ലേ? പക്ഷെ നമ്മളാരും ഫീസ് കൊടുക്കാറുണ്ട്. എഞ്ചിനീയറിംഗ് ആണോ, 80 ലക്ഷം, 1 കോടി, ഇതോട്ടെ, കുഴപ്പമില്ല, എന്തെങ്കിലും കാട്ടിട്ട് കൊടുക്കാം. നമ്മൾ ഓടുക. ഇൽമിന് വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മുടെ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമ പഠിക്കാൻ വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിച്ച പൈസ പഠിപ്പിക്കാനല്ല, ഇൽമ പഠിക്കാൻ വേണ്ടി ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ചെലവഴിച്ച പൈസയുടെ കണക്ക് നമ്മുടെ കിതാബുകളിലുണ്ട്. 30,000 ദീനാർ, 30,000 സ്വർണ്ണ നാണയം ഇൽമ പഠിക്കാൻ ചെലവഴിച്ചിട്ടുണ്ട്. കിതാബ് വാങ്ങിക്കാൻ, മഷി വാങ്ങിക്കാൻ, പേപ്പർ വാങ്ങിക്കാൻ 30,000 ദീനാർ ഗോൾഡ് കോയിനുകളാണ്. 30,000. ആര്? ഇമാം ശാഫിഈ തങ്ങൾ മാത്രം. അങ്ങനെയല്ലേ നമുക്ക് ഫിഖ്ഹിന്റെ നിയമങ്ങൾ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നമുക്ക് ഈ ഉമ്മത്തിന് ഖല്ലഫ നമുക്ക് കൈമാറി തന്നത്. അല്ലാഹു അത് ഖബൂലാക്കട്ടെ. ലോകം മുഴുവൻ അത് സ്വീകരിച്ചില്ലേ? ഉസൂലുൽ ഫിഖ്ഹിന്റെ റിസാല, ഉസൂലുൽ ഫിഖ്ഹ് എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചതല്ലേ നമ്മുടെ ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു കിതാബുൽ ഉമ്മ എഴുതി, അർ-റിസാല എഴുതി. എത്രയാണ് ശിഷ്യന്മാർ? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ഖുറൈശി തറവാട്ടിൽ വരുന്നൊരു ചെറുപ്പക്കാരൻ ലോകത്തിന്റെ ചക്രവാള സീമകളെ ഇൽമു കൊണ്ട് നിറക്കുമെന്ന് പറഞ്ഞ ഹദീസിന്റെ വിവക്ഷ ഇമാം ശാഫിഈ തങ്ങളാണെന്ന് അവിടുത്തെ ശിഷ്യന്മാർ പറയാൻ കാരണം ആ മഹാൻ ലോകത്തിന് കൊടുത്ത ഇൽമിന്റെ പാരാവാരം ബഹറാണ്.
ശാഫിഈ ഇമാമിന്റെ മഖാം സിയാറത്ത് ചെയ്യാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഈജിപ്തിലാണ് മഹാനവരുടെ മഖാമുള്ളത്. ആ മഖാമിന്റെ മീതെ കുബ്ബയുടെ മീതെ ഒരു കപ്പലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുബ്ബയുടെ മീതെ മഹാനായ ഇമാം ശാഫിഈ തങ്ങളുടെ മഖാം അവിടെയാണ്. ശാഫിഈ മദ്ഹബിൽ അറിയപ്പെടുന്ന പ്രഗൽഭനായ സക്കരിയ്യ അൻസ്വാരി തങ്ങൾ വഫാത്തായി കിടക്കുന്നത് ഇമാം ശാഫിഈ തങ്ങളുടെ മഖബറയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ടവർ രണ്ടുപേരും തമ്മിൽ. ആ പരിശുദ്ധമായ മഖാമിന്റെ മീതെ ഒരു കപ്പലുണ്ട്. കുബ്ബയുടെ മീതെ ഒരു കപ്പലിന്റെ ചെറിയൊരു മിനിയേച്ചർ, ഒരു കൊച്ചു കപ്പലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഹിക്മത്തിനാണത് ചെയ്തതെന്ന്. എന്തേ? കപ്പലോടുന്നത് വെള്ളത്തിലാണ്. ഇൽമിന്റെ ബഹറാണ് ഇവിടെ താഴെ കിടക്കുന്നത്. ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി 30,000 ദിർഹം, ദിർഹമല്ല ദീനാർ, ദിർഹം വെള്ളി നാണയം, ദീനാർ സ്വർണ്ണ നാണയം ഇൽമ പഠിക്കാൻ വേണ്ടി ഇമാമുന ശാഫിഈ തങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. മഹാനവറുകൾ ഉമ്മയോടുകൂടെ മക്കയിലേക്ക് വരുമ്പോൾ 2 വയസ്സാണ് പ്രായം. ഉമ്മയാണ് കൊണ്ടുവന്നത്. ഗസയിൽ നിന്ന്, പലസ്തീനിലാണ് ശാഫിഈ ഇമാം ജനിച്ചത്. ഗസയിലാണ്. ഗസയിൽ നിന്ന് മക്കയിലേക്ക് കൊണ്ടുവന്ന ഉമ്മ. അവരുടെ കുടുംബം യമനി കുടുംബമാണ്. മക്കയിൽ വന്ന് താമസമാക്കി. ഉമ്മ വളരെ ദാരിദ്ര്യം പിടിച്ച ജീവിതമാണ്. കൊച്ചു വീടാണ്, സൗകര്യങ്ങളില്ല. ഇമാമുന ശാഫിഈ തങ്ങൾക്ക് പേപ്പർ വാങ്ങിക്കാൻ കഴിയാത്തതുകൊണ്ട് എല്ലുകളും പാറക്കഷ്ണങ്ങളും എഴുതാൻ പറ്റുന്ന ഓലകളും കൊണ്ടുവന്ന് കൊച്ചു വീട് നിറയുകയുണ്ടായി. ഉമ്മ പറഞ്ഞു, മോനെ, ഈ വീട് മോന്റെ കിതാബ് ശേഖരം വെക്കാനുള്ള ഇടമായിക്കോട്ടെ, നമുക്ക് പുറത്തെവിടെയെങ്കിലും താമസിക്കാം. വീട് നിറഞ്ഞു. കൊച്ചുകുട്ടിയാ. മഹാനായ ഇമാമുന ശാഫിഈ തങ്ങളോട് ഉമ്മ പറഞ്ഞതാണ്, മോനെ, അനഖുറുജ് വനതുറുകുൽ ബൈത ലികുതുബിക്, മോന്റെ കിതാബായിക്കോട്ടെ, വീട്ടില് നമ്മൾ പുറത്തു പോകാം. അങ്ങനെ ഇമാമുന ശാഫിഈ തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പ്രാന്തപ്രദേശങ്ങളിലേക്ക്, ഖറിയകളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക്. മഹാനവറുകൾ ഹുസൈലി ഗോത്രത്തിൽപ്പെട്ട 30ഓളം ശാഇരീങ്ങളുടെ ഷേർ പഠിച്ചു. ഭാഷ പഠിക്കാൻ വേണ്ടി കവികളുടെ, അറബ് കവികളുടെ 30ഓളം വരുന്ന ഹുസൈലി ഗോത്രത്തിലെ കവികളെ കണ്ടുമുട്ടി അവരെന്ന് ഇൽമ പഠിച്ചു. അവരെന്ന് ഭാഷാശാസ്ത്രം പഠിച്ചു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്തയുണ്ട്. അൽ മുവത്ത എന്ന ഹദീസിന്റെ രചനയിലെ ആദ്യത്തെ ഗ്രന്ഥമാണത്. അൽ മുവത്ത, കിതാബുൽ മുവത്ത. അൽ മുവത്ത ഇബ്നു മാലിക്, മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത 9 രാത്രി കൊണ്ടാണ് ഇമാം ശാഫിഈ തങ്ങൾ മനഃപ്പാഠമാക്കിയത്. 9 രാത്രി കൊണ്ട്. 3000ഓളം ഹദീസുകളുള്ള ഗ്രന്ഥം 9 രാത്രി കൊണ്ട് മനഃപ്പാഠമാക്കിയ ആലിമാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. മദ്ഹബിന്റെ ഇമാമിങ്ങളെ പറയുമ്പോ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള ഏതെങ്കിലും ആലിമീങ്ങളുമായി താരതമ്യപ്പെടുത്തുന്ന ആളുകൾ ഓർക്കണമേ, ഇൽമിന്റെ ബഹറുകളായിരുന്നു, വിജ്ഞാനത്തിന്റെ മഹാഗോപുരങ്ങളായിരുന്നു മദ്ഹബിന്റെ ഇമാമിങ്ങൾ. 9 രാത്രി കൊണ്ട് ഇമാം മാലിക് തങ്ങളുടെ 3000 ഹദീസുകളും മസ്അലകളും കിടക്കുന്ന ഫിഖ്ഹും ഹദീസുമുള്ള മുവത്ത 9 രാത്രി കൊണ്ട്. ആ കഴിവ് കണ്ടപ്പോഴാണ് മക്കയിൽ നിന്നൊരു മഹാനായ മനുഷ്യൻ ഇമാം ശാഫിഈ തങ്ങളുടെ കഴിവ് കണ്ടപ്പോഴാണ് പറഞ്ഞത്, മോനെ ഇന്നി അറാക നാബിഹാ ഫസീഹൻ സക്കിയാ, മോനെ നല്ല കഴിവുണ്ട് മോനെ. ഫദ്ഹബ് ഇലാ ആലിമിൽ മദീന മാലിക് ഇബ്നു അനസ് ഫത്ലുബിൽ ഇൽമ മിൻ. മോനെ നല്ല കഴിവുണ്ട്, നല്ല കഴിവുള്ള മോനാണ്. മോൻ ഇമാം മാലിക്കിനെ തങ്ങളെ ചെന്ന് കാണണം, മദീനയിലെ പണ്ഡിതനെ ചെന്ന് കാണണം, അവിടെ നിന്ന് ഇൽമ പഠിക്കണം. ഇമാം മാലിക് എന്നവരെ കാണാൻ മക്കയിൽ നിന്ന് മഹാനവറുകൾ പുറപ്പെടുന്നു മദീനയിലേക്ക്. മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരിശുദ്ധമായ മുവത്ത മനഃപ്പാഠമാക്കിയ കുട്ടി. ഇമാം മാലിക് തങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കുമ്പോ ദർസിന്റെ രീതി അങ്ങനെയാണ്. ശിഷ്യൻ ഉസ്താദിന്റെ കിതാബ് ചൊല്ലിക്കൊടുക്കുന്നു, ഉസ്താദ് അതിന്റെ ശർഹ് പറയുന്നു, തെറ്റ് തിരുത്തി കൊടുക്കുന്നു. മാലിക് എന്നവരെ പറഞ്ഞു, ഇന്നി അറാ അലൈക നൂറാ ഫലാ തുഫ്സിദുഹു ബിൽ മഅസിയ. മോനെ, നിങ്ങളുടെ മുഖത്ത് ഞാനൊരു പ്രകാശം കാണുന്നുണ്ട്, ആ പ്രകാശം മോൻ തെറ്റ് ചെയ്തിട്ട് നശിപ്പിച്ചു കളയരുത് എന്ന് ഇമാം മാലിക് തങ്ങൾ കൊച്ചുകുട്ടിയായിരുന്ന ഇമാം ശാഫിഈ തങ്ങളോട് പറഞ്ഞു. ഇത്രയും ത്യാഗം ചെയ്തവരാണവർ. ഇൽമിന്റെ വിഷയത്തിൽ വന്ന ക്ഷമ എത്രയാണ് ആലിമീങ്ങൾ ക്ഷമിച്ചത്, എത്രയാണ് നിന്ദകൾ സഹിച്ചത്. അസ്വാ ഇബ്നു അബീ റബാഹ് റഹ്മത്തുള്ളാഹി കേട്ടവരുണ്ടാകും. അസ്വാ ഇബ്നു അബീ റബാഹ് ആലിമു മക്ക വ മുഫ്തിഹ ലാ യുഫ്തി ഫിൽ ഹജ്ജ് ഇല്ലാ അസ്വാ. അസ്വാ എന്നവരല്ലാതെ ഹജ്ജിന്റെ സമയത്ത് ഫത്വ കൊടുക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട്.
ലാ യുഫ്തി ഫിൽ ഹജ്ജ് ഇല്ലാ അതാ ഇബ്നു അബീ റബാഹ് മക്കയിലെ ഒരു പെണ്ണിന്റെ, മക്കക്കാരിയായ ഒരു പെണ്ണിന്റെ അടിമയാണ്. മഹാനവറുടെ ശരീരം തളർന്നു പോയപ്പോ ആ ഉടമസ്ഥയായ പെണ്ണ് പറഞ്ഞു, ശരീരം തളർന്ന ഈ അടിമ എനിക്കെന്തിനു വേണം, നീ പൊയ്ക്കോ, നിന്നെ കൊണ്ട് എനിക്കെന്ത് കാര്യം, കൈകാലുകൾ തളർന്ന, കൈകാലുകൾ പാരലൈസ് ആയിപ്പോയ നിന്റെ എനിക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം, പൊയ്ക്കോ എന്ന് പറഞ്ഞ് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. ആഫ്രിക്കനായ മനുഷ്യനാണ്, കറുത്ത വർഗക്കാരനാണ്, മുഖത്തൊരുപാട് കുഴിയുണ്ട്, മുഴയുണ്ട്, കഴുത്ത് പോലും ഇല്ലായിരുന്നു, അത്രയും കുറുകിയ കഴുത്തായിരുന്നു, കാണാൻ ഒട്ടും ഭംഗിയില്ലാത്ത അഫ്തഫൽ അൻഫ്, മൂക്കൊക്കെ ചപ്പിയിട്ടാണെന്ന്, കാണാൻ ഒരു ഭംഗിയില്ല, അടിമയായിരുന്നു, കൈകാലുകൾ തളർന്നിരിക്കും, ഒരു കണ്ണേ ഉള്ളൂ. ബാഹ്യമായ ലക്ഷണം നോക്കിയാൽ സൗന്ദര്യത്തിന്റെ ഒരടയാളവുമില്ലാതിരുന്ന മഹാനായ അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു തആല അൻഹു 30 കൊല്ലമാണ് പരിശുദ്ധമായ മക്കയുടെ ഹറമിൽ തന്റെ വിരിപ്പ് മടക്കി വെക്കാതെ 30 കൊല്ലം ഇൽമ പഠിക്കാൻ ചെലവഴിച്ചിട്ടുണ്ട്. അവര് പറയുമായിരുന്നു, മാ റഫഅതു ഫിറാശി മിനൽ ഹറമി മുദ്ദത 30 സന, 30 കൊല്ലം എന്റെ ബ്ലാങ്കറ്റ് ഞാൻ മടക്കി വെച്ചിട്ടില്ല. 30 കൊല്ലം ഹറമിൽ തന്നെ, പുറത്തു പോയിട്ടില്ല, ഇൽമ പഠിക്കുകയായിരുന്നു 30 വർഷം. 30 കൊല്ലം. നമ്മളെന്താ പറയാ, ഒരു കൊല്ലം കഴിഞ്ഞാൽ തഹ്സീലാവാൻ പറ്റുന്ന വല്ല കോളേജുണ്ടോ? അത് ഹൈദരാബാദിലുണ്ട് എന്ന് കേൾക്കുന്ന, അവിടെ പോയേക്കാം. അല്ലെങ്കിൽ ലക്നൌവിലുണ്ടോ, യു പിയിലുണ്ടോ, ബീഹാറിലുണ്ടോ, എവിടെയാണുള്ളത് അവിടെ പോയിട്ട് ഒറ്റ കൊല്ലം കൊണ്ടൊരു ഡിഗ്രി. കൊല്ലങ്ങൾ ചെലവഴിക്കാനൊന്നും നേരല്ല. സുബ്ഹാനല്ലാഹ്, 30 കൊല്ലം ചെലവഴിച്ചു എൽമ പഠിക്കാൻ. ഹാറൂൺ റഷീദിന്റെ മക്കളൊക്കെ ക്യൂ നിൽക്കുന്ന അസാദങ്ങളെ കാണാൻ. അപ്പോഴാണ് ഹാറൂൺ റഷീദ്, മോനെ, അധികാരം എന്ന് പറഞ്ഞത് എന്റെ ഇറാഖിലെ അധികാരമല്ല, അത്വാഇന്റെ ഇൽമാണ് അധികാരം. മക്കളെ, വാപ്പ രാജാവാണ്, ആലിമായ അസാദങ്ങളുടെ മുമ്പിൽ ഞാൻ എന്റെ ഊഴം കാത്തിരിക്കാൻ. കണ്ടോലെ, നല്ല പ്രശസ്തിയേറിയ ആളുകളെ കാണാൻ. ഡോക്ടർ നമ്മുടെ ഹുറൈർ കുട്ടി സാഹിബൊക്കെ ഇവിടെ അല്ലേ, കൂടല്ലൂരടുത്തല്ലേ, ഇവിടെ തന്നെയല്ലേ. ഒരുപാട് കൈപ്പുണ്യുള്ള ആളുകളുണ്ടാവും, ക്യൂ ആയിരിക്കും, പിന്നെ ബുക്കിംഗ് കൊല്ലങ്ങൾക്ക് മുമ്പ് എടുക്കണം, 6 മാസം മുമ്പ് വേണം. ഹാറൂൺ റഷീദ് പറഞ്ഞു, മക്കളെ, വാപ്പയുടെ അധികാരമല്ല അധികാരം, അതാ ഇബ്നു റബാഹിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന നൃത്തം കാണുമ്പോ മക്കളെ നാണക്കേട് തോന്നണ്ട, ഇൽമിന് വേണ്ടിയാണ്, ഇൽമ കൊണ്ടുണ്ടായ നേട്ടമാണ്. അതുകൊണ്ട് അതിന്റെ മുമ്പിൽ നമ്മൾ തലകുനിച്ചേ പറ്റൂ. ഉത്ലുബുൽ ഇൽം, മക്കളെ ഇൽമ പഠിച്ചോളൂ എന്ന് സ്വന്തം മക്കളെ ഉപദേശിക്കുമായിരുന്നു അന്നത്തെ രാജാവ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയും നബിതങ്ങൾ വഫാത്താകുമ്പോൾ 10 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തങ്ങളായ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ളലൽതു ത്വാലിബാ ഫഅസസ്തു മുത്ലൂബാ, ഇൽമ പഠിക്കാൻ ഞാൻ ഒരുപാട് നാണക്കേട് സഹിച്ചിട്ടുണ്ട്. ഇൽമ പഠിച്ചു കഴിഞ്ഞപ്പോൾ അല്ലാഹു എനിക്ക് അഭിമാനം തന്നു എന്ന് പറഞ്ഞിരുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇമാം മുജാഹിദ് എന്നവര് പറഞ്ഞ ഒരു വാക്ക് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ലാ യനാലുൽ ഇൽമ മുസ്തഹിൻ വലാ മുസ്തക്ബിർ. ലാ യനാലുൽ ഇൽമ മുസ്തഹിൻ വലാ മുസ്തക്ബിർ. അഹങ്കാരമുള്ള ആളോ, ചോദ്യങ്ങൾ ചോദിക്കാൻ നാണമുള്ള ആളോ, അവർക്ക് രണ്ടുപേർക്കും ഇൽമ ലഭിക്കുകയില്ല എന്ന് ഇമാം മുജാഹിദ് തങ്ങൾ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നു. ഇമാം ബുഖാരി തങ്ങൾ അത് ഉദ്ധരിച്ചു. ഇൽമിന് വേണ്ടി നാണക്കേട് നോക്കാതെ ഇൽമിന് വേണ്ടി പുറപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ സ്വഹാബികളുടെ ഉലമായിൽപ്പെട്ട ഫത്വ നൽകുമായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാ നിങ്ങൾക്ക് ഇൽമ കിട്ടിയതെന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞത്, കുൻതു അഖ്റുജു ഫിൽ ളഹീറ, ഞാൻ നട്ടുച്ച നേരത്തെ അൻസാരികളുടെ വീട്ടിലേക്ക് ചൊല്ലുമ്പോൾ ഒരു സഹാബിയെ കാണാനാ പോകുന്നത്. അവർ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് 1 or 2 ഹദീസ് കേട്ട ഓർമ്മയുണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് 100 ഹദീസ്, 1000 ഹദീസ്, എത്രയാണോ ഉള്ളത് ചോദിച്ചു പഠിക്കാൻ ഞാൻ ചൊല്ലുമ്പോ ഉച്ചനേരത്ത് അവർ ഉറങ്ങുകയായിരിക്കും. ഞാൻ വാതിൽക്ക് മുട്ടും, ഒരു മുട്ടുമുട്ടും, ഒരു മറുപടിയുമില്ല. അതിനർത്ഥം വീട്ടുകാര് വിശ്രമത്തിലാണ്. ഞാൻ എന്റെ വിരിപ്പ് വിരിച്ചിട്ട് അവിടെ സ്റ്റെപ്പിൽ കിടക്കും. അങ്ങനെയാണ് ആ പരിശുദ്ധമായ ഹബീബിന്റെ തലമുറയിൽ വരുന്ന, ഹബീബിന്റെ കുടുംബത്തിൽ വന്ന തങ്ങളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു ഉമർ തങ്ങളെ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവരെ
അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവര് ഇബ്നു അബ്ബാസ് തങ്ങളെ കണ്ടാൽ കൈപിടിച്ചു മുത്തുമായിരുന്നു. ഹാക്കദാ ഉമിർനാ അൻ നഫഅല ബിഅഹ്ലി ബൈത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിനെ കാണുമ്പോൾ അവിടെ കൈപിടിച്ചു മുത്തണമെന്ന് മുത്തുനബി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് സ്വഹാബിമാർ പറയും. ഈ ചെറിയ തങ്ങളുകുട്ടിയെ കാണുമ്പോ, ഈ തങ്ങളുകുട്ടിയായ ഇബ്നു അബ്ബാസ് എന്നവരോ അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവരൊക്കെ കുതിരപ്പുറത്ത് വരുമ്പോ, ഒട്ടകപ്പുറത്ത് വരുമ്പോ, കഴുതപ്പുറത്ത് വരുമ്പോ അതിന്റെ കയറ് പിടിക്കും. ഇബ്നു അബ്ബാസ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ തങ്ങളല്ലേ, അഹ്ലു ബൈത്തിൽപ്പെട്ട ആളല്ലേ ഇബ്നു അബ്ബാസേ, നിങ്ങൾ എന്റെ ഒട്ടകത്തിന്റെ കയറ് പിടിക്കരുത്, ഞാൻ താഴെ ഇറങ്ങാം, നിങ്ങൾ ഒട്ടകപ്പുറത്ത് കയറണം. അപ്പോഴാണ് ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നത്, ഹകദാ ഉമിർനാ അൻ നഫഅല ബിഉലമാഇനാ, ഞങ്ങളുടെ ഉലമാഇനെ കാണുമ്പോൾ അവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കണമെന്ന് ഞങ്ങൾ അഹ്ലു ബൈത്തിനെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറയുമ്പോഴാണ് ചാടി ഇറങ്ങിയിട്ട് ആ പരിശുദ്ധമായ കൈയെടുത്ത് മുത്തിയിട്ട്, തങ്ങൾ കുട്ടിയുടെ കൈമുത്തിയിട്ട് സ്വഹാബിമാര് പറയും, ഇങ്ങനെ കൈമുത്തണമെന്ന് ഞങ്ങളോടും നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അലിമീങ്ങളെ കാണുമ്പോ സാദാത്യങ്ങളെ കാണുമ്പോ അലിമീങ്ങൾ, സാധാരണക്കാർ ഓരോരുത്തരും പരസ്പരം അലിമീങ്ങളെയും സാദാത്യങ്ങളെയും കാണുമ്പോ കാണിക്കുന്ന ബഹുമാനം. ഹബീബായ നബി തങ്ങളുടെ കുടുംബക്കാരനായ സയ്യിദായ തങ്ങളായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സ്വഹാബി എഴുന്നേറ്റ് വന്നിട്ട് ഒരു ഹദീസ് ചോദിച്ചു പഠിക്കാൻ ഞാൻ ആ മുറ്റത്ത് എന്റെ വിരിപ്പ് വിരിച്ച് കിടക്കും. എന്റെ ശരീരത്തിലേക്ക് മണൽ കാറ്റടിക്കും, ചൂടുള്ള കാറ്റ്, അവിടെ കിടക്കും ഞാൻ. മണ്ണ് വാരി വരും എന്റെ ദേഹത്തേക്ക്. അങ്ങനെ അൻസാരി എഴുന്നേറ്റ് വന്നാൽ ഞാൻ ചോദിക്കും, ഹദീസ് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അവര് പറയും, യബ്ന അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരപുത്ര, ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ, ഞങ്ങൾ വാതിൽ തുറക്കുമല്ലോ, എന്തിനാ നിങ്ങളിങ്ങനെ വാതിലിന്റെ പടിയിൽ കിടന്നുറങ്ങ, എന്തിനാണ് വിശ്രമിക്കുന്നത്? അപ്പോ ഇബ്നു അബ്ബാസ് എന്നവർ പറയും, അഖാഫു അൻ ഉസ്ഇജക്, ഉസ്താദ് വിശ്രമിക്കുകയാണ്, ഉറക്കം കെടുത്താൻ പാടില്ല, വിശ്രമത്തിലാണ്, ഇസ്ആജ് ചെയ്യാൻ പാടില്ല. മുതഅല്ലിമീങ്ങൾ ഉസ്താദുമാരോട് അദബ് കാണിക്കേണ്ട കാലം, അദബിന്റെ മാനദണ്ഡങ്ങൾ മനസ്സിലാവാത്ത കാലം, നമ്മളെങ്കിലും അത് നേർത്തിക്കൊണ്ടുപോരണം. ഗുരുനാഥന്മാരോട് അച്ചടക്കക്കേട് കാണിക്കുന്ന ആളുകൾക്ക്, കാണിച്ച പാരമ്പര്യമുള്ള ആളുകൾക്ക് സ്വന്തം ശിഷ്യന്മാരോട് ഗുരുനാഥന്മാരെ ബഹുമാനിക്കണമെന്ന് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ കഴിയുക? അതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നു, അഖാഫു അൻ ഉസ്ഇജക്, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ് ഇൽമിന്റെ യാത്രയിൽ നമ്മുടെ മുൻതലമുറ കഴിഞ്ഞുപോയത്, പിൻതലമുറ അതിന് പിന്തുടർന്നത്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.